നിലനിൽക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. എന്താണ് നിലവിലെ സാഹചര്യം? വൃന്ദ, ഇപ്പോൾ KSRTC ഡിപ്പോയിലാണ് നമ്മളുള്ളത്. ഇത് കോഴിക്കോടിലോട്ട് പോകേണ്ട ഒരു ബസ്സാണ്. ആ ബസ്സിനാണ് ഇപ്പോൾ INTUC നേതാക്കൾ തടഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. രാവിലെ 5 മണിയോടെ പോകേണ്ട ബസ്സാണ്. ഈ ബസ് ഇപ്പോൾ തടഞ്ഞു നിർത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. KSRTC ഡിപ്പോയിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. പൊതുപണിമുടക്ക് അല്ലെങ്കിൽ പൊതുപണിമുടക്കാണ്. ഇന്ന് പൊതുപണിമുടക്കിനെ അനുകൂലിച്ചിട്ടുള്ള തൊഴിലാളി സംഘടനകളാണ് ഈ ബസ് ഇപ്പോൾ തടഞ്ഞു നിർത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ രാവിലെ നമ്മൾ വൈറ്റില ഹബിലോട്ടും മറ്റും പോയപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ദീർഘദൂര സർവീസുകളെല്ലാം തന്നെ നടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ KSRTCയിലേക്ക് അല്ലെങ്കിൽ KSRTC ഡിപ്പോയിലേക്ക് വരുമ്പോഴാണ് ഒരു KSRTC ബസ്സിനെ തടയുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ചേട്ടാ, ഈ ബസ് തടഞ്ഞു നിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്? ഇത് തടഞ്ഞിട്ടില്ല. യാത്രക്കാരില്ലാതെ പോകാൻ വേണ്ടി പോയി. അതാണ് സംഭവിച്ചത്. അത് 5 മണിക്ക് പോകേണ്ട ബസ്സായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി 12:30ക്കാണ് വണ്ടി വന്നത്. ഞങ്ങൾ പറഞ്ഞതാണ് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് യാത്രക്കാരുണ്ടായിരുന്നു. അപ്പോൾ പോകാൻ വേണ്ടി അവരത് പറഞ്ഞതാണ്. അവരന്ന് ആ സമയത്ത് വില്ലിങ് ആയില്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഈ സമയമായപ്പോൾ അവർ പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അതാണ് സംഭവിച്ചത്. അപ്പോൾ വാശി പിടിച്ചപ്പോൾ നിങ്ങൾ ഈ അനുകൂലികൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്നാണോ പറയുന്നത്? തടഞ്ഞു വെച്ചിട്ടില്ല. യാത്രക്കാരില്ലാത്ത കാരണം സർവീസ് പോകണമെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ള യാത്രക്കാർ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവർക്ക് അപ്പോൾ ഇതൊരു പ്രശ്നമില്ല. നേരത്തെ തന്നെ ഈ ബസ് സ്റ്റേഷൻ്റെ അകത്ത് ആരെങ്കിലും ഒരു യാത്രക്കാരൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? ഒരു യാത്രക്കാരൻ ഇന്ന് പ്രഖ്യാപിച്ച സമരമല്ല ഇത്. ഒരു സമരം നടക്കുമ്പോൾ നിങ്ങൾ ഈ സ്റ്റാൻഡ് വരിക. യാത്രക്കാരുള്ള സമയത്ത് വണ്ടി ഓടിക്കാതിരിക്കുകയും യാത്രക്കാർ ഇല്ലാത്ത സമയത്ത് വണ്ടി ഓടിക്കണമെന്ന് വാശി പിടിപ്പിക്കുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമാണ്. അതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. അതായത് ഈ പൊതു പണിമുടക്കിനെ തകർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നാണ്. പൊതുപണിമുടക്കിനെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ചാണകസംഖ്യകളുടെ ഒരു പരിപാടിയാണ്. അതാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത്തരത്തിൽ തന്നെയാണ് ഈ ഡിപ്പോയിലുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. മറ്റു ബസ് സർവീസുകളൊന്നും തന്നെ നടക്കുന്നില്ല. മറ്റു ബസ് സർവീസുകളടക്കം തന്നെ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. യാത്രക്കാരൊന്നും തന്നെ ഇതുവരെയും ഈ ഡിപ്പോയിൽ എത്തിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ വൈറ്റില ഹബിലും മറ്റുമാണെങ്കിൽ ദീർഘദൂര സർവീസുകളടക്കം തന്നെ ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തേക്കുള്ള സർവീസ് ആണെങ്കിലും മറ്റ് കോട്ടയത്തേക്കുള്ള സർവീസുകളാണെങ്കിലും മറ്റും നടക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ചേട്ടാ, ഇപ്പോൾ ഈ ബസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. ഇതെന്താണ് സംഭവം? ഞങ്ങൾ വെളുപ്പിന് 5 മണിക്ക് സർവീസ് കോഴിക്കോടേക്ക് പോകേണ്ടതാ. അത് സർവീസ് പോകുമ്പോൾ ഇവർ ഇവിടുന്ന് തടഞ്ഞപ്പോൾ ഞങ്ങൾ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവിടുന്ന് സ്റ്റേഷൻ മാസ്റ്റർ ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടില്ല എന്ന് പറയുന്നത് പോലീസ് പ്രൊട്ടക്ഷൻ. അവര് പറയുന്നത് യാത്രക്കാരില്ലാതെ വെറും ഒരു വാഹനം മാത്രം പോവുകയാണ്, അതുകൊണ്ടാണ് തടഞ്ഞത് എന്നാണ് ഈ സംഘടനകൾ പറയുന്നത്. അല്ല, അത് പറയുന്നത് ശരിയല്ല. കാരണം ഇത് റിസർവേഷൻ ഉള്ള വണ്ടിയാണ്. ഇത് മുന്നേ റിസർവേഷൻ ചെയ്ത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് 4 പേരുണ്ട്. ഇവിടുന്ന് വണ്ടിയിൽ 4 പേര് കയറിയിട്ടുണ്ടായിരുന്നു. വണ്ടി പോകില്ലെന്ന് കണ്ടപ്പോൾ അവരിറങ്ങിപ്പോയതാണ്. പിന്നെ ഈ റിസർവേഷൻ ചെയ്ത ആൾക്കാരുടെ യാത്ര മുടങ്ങി. ഈ പോലീസ് പ്രൊട്ടക്ഷൻ തന്നു വെച്ച വാഹനം എടുക്കാൻ തയ്യാറാണോ? അതെ, തയ്യാറാണ്. അതിനുവേണ്ടി ഇപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇല്ല. ഇപ്പോൾ ഈ വാഹനം മാത്രമേ ഇവിടെ നിരത്തിലിറങ്ങിയിട്ടുള്ളൂ. മറ്റു വാഹനങ്ങളടക്കം ഇപ്പോഴും ഓടാതെ അവരെല്ലാം തന്നെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ സമരത്തെ പ്രതികൂലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്? ഞങ്ങൾ ഈ സമരത്തിനെ അനുകൂലിക്കുന്നില്ല. ഞങ്ങൾ KST BMSന്റെ പ്രവർത്തകരാണ്. അപ്പോൾ ഇത് അതർ ഡിപ്പോ, അതായത് കോഴിക്കോട് ഡിപ്പോൻ്റെ ഇവിടുത്തെ ഞങ്ങൾക്ക് കൂടുതൽ അറിയാനില്ല. ഞങ്ങൾക്ക് സർവീസ് നടത്താൻ തയ്യാറാണ്. അതിപ്പോൾ പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയാൽ ഞങ്ങളിപ്പം സർവീസ് നടത്തും. പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടിയ സർവീസ് നടത്തുമെന്നൊരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. BMS അനുകൂലിയായിട്ടുള്ള സംഘടനയാണ്. അതായത് BMS ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളാണ് ഇന്ന് ഈ പൊതു പണിമുടക്ക് നടത്തുന്നത്. അതിൽ CITU INTUC നേതാക്കളാണ് ഈ ബസ് തടഞ്ഞു നിർത്തുന്ന ഒരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. BMS അനുകൂലിയായി, അതായത് ഈ സമരത്തെ പണിമുടക്കിനെ പിന്തുണയ്ക്കാത്ത ആളാണ് ഈ ഡ്രൈവറായിട്ടുള്ളത്. പോലീസ് പ്രൊട്ടക്ഷൻ നൽകിയ ഈ വാഹനം എടുക്കാൻ തയ്യാറാണ് എന്നാണ് ഇദ്ദേഹം അടക്കം
വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് റിസർവേഷനുള്ള ബസ്സാണ്. അതുകൊണ്ട് തന്നെ ഈ അനുകൂലികൾ വാഹനം തടഞ്ഞത് മൂലം തന്നെ പല യാത്രക്കാരും ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്നും മറ്റുമായി യാത്രക്കാരെ എടുക്കേണ്ടതുണ്ട്. 12 മണിക്ക് മറ്റും പോകേണ്ട ഒരു വാഹനമായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ മറ്റു വൈറ്റ്ലയിൽ നിന്നുള്ള സർവീസുകളടക്കം തന്നെ തിരുവനന്തപുരത്തേക്കും കോട്ടയത്തേക്കുമുള്ള സർവീസുകൾ നടത്തുന്നുണ്ട്. KSRTC ഡിപ്പോയിലേക്ക് വരികയാണെങ്കിൽ കോഴിക്കോടിലോട്ട് പോകേണ്ട ബസ്സാണ്. ആ ബസ്സാണിപ്പോൾ തടഞ്ഞു വെച്ചിരിക്കുന്നത്. ശരി, കൊച്ചിയിലടക്കം തന്നെ സർവീസ് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ബസ്സുകൾ വരെ പിടിച്ചിരുന്ന KSRTC തടയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നിലവിൽ കാണുന്നത്. പുതിയ 4 ലേബർ കോഡ് കൊണ്ടുവരുന്നതടക്കം തൊഴിലാളി വിരുദ്ധമായ കേന്ദ്ര സർക്കാർ നടപടികളിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക് തുടരുന്നത്. 24 മണിക്കൂറിൽ 7 മണിക്കൂർ പിന്നിട്ടു. 8 മണിക്കൂറിലേക്ക് കടക്കുകയാണ് ദേശീയ പണിമുടക്ക് തുടരുന്നു. സർക്കാർ സ്വകാര്യ ബസ്സുകൾ നിരത്തിൽ ഇറങ്ങിയാൽ പോലും തടയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഭാഗികമായി ജനങ്ങളെ ഇത് വലിയ രീതിയിൽ ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ.